ട്രാവൽ ടെയിൽസ് ബൈ നിബിൻ എന്ന യൂട്യൂബ് ചാനലിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലാണ്. അത് നമുക്ക് എല്ലാ രാജ്യത്തിൻ്റെയും കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഫെസ്റ്റിവലും കാര്യങ്ങളും എല്ലാ രാജ്യത്തിൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മാൾ എമിറേറ്റ്സ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ബസ് പോകുന്നത്. 106 എന്ന ബസ് നമ്പറാണ് ഗ്ലോബൽ വില്ലേജ് സർവീസ് നടത്തുന്ന ബസ്. അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ റൂട്ട് വഴിയൊക്കെ പോയാൽ മതി. അതിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും പോകാൻ. ചിലപ്പോൾ എങ്ങനെ പോകണമെന്ന് അറിയാത്തവർക്കും എളുപ്പമായിരിക്കും ഈ വീഡിയോ. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ വിട്ടിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ഇതെപ്പോഴാണ് ഓപ്പണാക്കി അത് മുതൽ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ട്. ഇതിന് നന്ദി പറയേണ്ടത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ടിക്കറ്റ് തന്നത്. ഏകദേശം ഒരു 16 രാജ്യത്തെ കൾച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല ഊതിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ അവിടെ. ഇതിനകത്തൊക്കെ നൈറ്റായി കയറുന്നത് നല്ല ഭംഗിയായിരിക്കും. നമ്മളാദ്യം പോകുന്നത് നമ്മൾ കയറി വന്നത് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ അടുത്ത പോകുന്നത് തുർക്കി എന്ന് പറഞ്ഞ തുർക്കീൻ്റെ പവനിലോട്ടാണ്. അതായത് തുർക്കീൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എല്ലാം തുർക്കിഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. നല്ല രസം കിട്ടാ. പക്ഷെ ചൂടിനൊന്നും ഒരു കുറവില്ല കേട്ടോ. തുർക്കിയിലെ സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. പവലിയനകത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
മൊത്തം പല പല ഫ്ലേവറിലുള്ള തേനാട്ടാ. ഇതിനൊക്കെ ലിറ്ററിന് നല്ല വിലയാണ് വരുന്നത്. 100 ദിർഹംസ്, 150 ദിർഹംസ്. നമുക്കത് നാട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഈ തേന്. ഇവിടെ അതിന് ഭയങ്കര വിലയാണ് തേന്. നാച്ചുറൽ തേന് ഭയങ്കര റേറ്റാണ്. നമുക്കിനി അടുത്തത് ഈജിപ്തിൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. സോറി, ഈജിപ്തിന് ഇപ്പുറത്തൊരു ബഹറിനുണ്ട് കേട്ടോ. ചെറിയൊരു ബഹറിൻ്റെ പവലിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹറിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. മെയിൻ കൾച്ചറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ കണ്ടിട്ട് വരാം. ബഹറിൻ്റെ മെയിൻ കൾച്ചർ തന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം തോന്നുന്നു. സെയിം മാറ്റാൻ തന്നെ ഡ്രസ്സും കാര്യങ്ങളും. ഇതൊക്കെ ഒരു തൂത്തുടച്ച് ഷോപ്പ് ഓപ്പൺ ആക്കുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് വലുതായിട്ട് കാണാനുണ്ടെന്ന് അവിടെ തോന്നില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇറങ്ങിയത്. നമുക്ക് ഈജിപ്തിൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ എന്താ നോക്കാം. ഇത് കുറച്ച് നൈറ്റ് ലെവലിൽ നമുക്ക് കാണാം കേട്ടോ. നൈറ്റ് ലെവലിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. നൈറ്റ് ലെവലിൽ വേറെ കുറേ കാഴ്ച നമുക്ക് കാണാം. വേറെ കുറേ കാഴ്ചകളുണ്ട്. സെയിം മാറ്റം തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ലതല്ലേ. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊറാക്കോ കണ്ടിട്ടുണ്ടല്ലോ, മൊറാക്കോൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ. മൊറാക്കോൻ്റെ വലിയ വലിയ കാണാനായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വലിയ ശാന്തമായിട്ട് കിടക്കാം. ഇതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസം ഉണ്ടെന്നായിട്ട് തോന്നില്ല. വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നില്ല. നമ്മളിവിടെ ഇന്ത്യൻ ബസാർ, ഇന്ത്യൻ ചാറ്റ് ബസാർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ദിൽ കാവ, ദോശ എക്സ്പ്രസ്, തന്തൂരി, മട്ടൻ ചായ. അതായത് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയുടെ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം സബ്സ്ക്രൈബർ ഇന്ത്യക്കാരാണ്. നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ സ്വന്തം ഇന്ത്യൻ്റെ, നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ പവലിലോട്ടാണ് പോകുന്നത്. ഫുള്ള് എനിക്ക് തോന്നുന്ന സാരി ആയിരിക്കും ഇവിടെ മെയിനായിട്ട്. ഇന്ത്യൻ ബാഗ് എല്ലാം ഉണ്ട് കൂടെ. പക്ഷെ നാട്ടിലെ വിലയല്ല, ദുബായിത്തെ വില തന്നെ കേട്ടോ, ഭയങ്കര വില. സാരികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല നല്ല സാരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങളാണ് മേടിക്കുന്നത്. പഞ്ചാബികളൊക്കെ, പഞ്ചാബി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ്റെ പവലിയൻ കഴിഞ്ഞു. അങ്ങനെ നടന്ന് മടുത്തു. ഈ ഗ്ലോബൽ വില്ലേജ് സംഭവം മെയിനായിട്ട് നല്ല നല്ല ഫുഡ് കഴിക്കാം. പല രാജ്യങ്ങളും ഫുഡുണ്ട്, പല പല ടേസ്റ്റ്, പല രാജ്യത്തുള്ള സാധനങ്ങൾ
നമുക്ക് എൻ്റർടൈൻമെൻറ്റിനും പറ്റിയ സ്ഥലമാണ്. അങ്ങനെ 3 കാര്യങ്ങളും ഗ്ലോബൽ വില്ലേജ് വന്നു കഴിക്കാൻ നടക്കും. കയ്യിൽ നല്ലൊരു എമൗണ്ടും വേണം എല്ലാം കയറി കാണാൻ, എല്ലാം ആസ്വദിക്കാൻ. അടുത്തത് നമ്മൾ കയറിക്കുന്നത് ചൈനേൻ്റെ ഡെസ്റ്റിനേഷനാണ്. ചൈനേൻ്റെ ടൗണിലോട്ട് നമ്മൾ കയറിക്കുന്നത്. പക്ഷെ വേറെ കാര്യം, ചൈനേൻ്റെ പൗരൻ്റെ അകത്തുള്ള ചൈനക്കാരുണ്ട്. മാംഗോ ഇത് സാധ കയറുന്നതിന് 45ആണ്. ഒരാൾ കയറിയിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കാം. അതിങ്ങനെ പൊന്തി കൊണ്ടുപോയി. മേലോട്ട് കയറിപ്പോ. കിളി പോയിരിക്കണം ചേച്ചി. അറിയാം 45 രൂപയ്ക്ക് മുതലാട്ടോ സാധനം. കയ്യും കാര്യം മറിക്കുന്ന കണ്ടിട്ട് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്.
എന്തായാലും നല്ല അടിപൊളി ഒരു വെറുത്തായിട്ടുള്ള സംഭവം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വന്തം തായ്ലൻഡിലോട്ട്, എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് തായ്ലൻഡ്. അപ്പോൾ തായ്ലൻഡിൻ്റെ പവലിലോട്ടൊന്ന് കയറിയാലോ. തായ്ലൻഡിൽ നല്ല നല്ല കുട്ടികൾ കാണുമായിരിക്കും ചിലപ്പോൾ. ഇത് ഗ്ലോബൽ വില്ലേജിലെ സ്റ്റേജ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കാണ്. എനിക്ക് വന്നാൽ പകൽ വരുന്നതിനേക്കാളും കൂടുതൽ രാത്രിയിലാണ് അടിപൊളി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 11-ാം തീയതി തൊട്ട് തീരുകയാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇത് ഓരോ വർഷം നടക്കുന്ന ഓരോ വർഷം 6 മാസം നടക്കുന്ന ഒരു സംഭവമാണ്. ഈ വർഷത്തിൽ കഴിയുകയാണ്. 2026 അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര നാളെന്നെ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക.